വിശുദ്ധ പൗലോസ്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ പൗലോസ് തൻ്റെ കേൾവിക്കാരോട് പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, നിങ്ങൾ സന്തോഷമുള്ളവർ ആയിരിക്കണം. ഉദാഹരണത്തിന് അദ്ദേഹം ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷമുള്ളവർ ആയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി അവർ സന്തോഷമുള്ളവരായിരിക്കുക എന്ന് ആണ്. മനുഷ്യൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് സൗഖ്യമെന്ന ശുശ്രൂഷ വഴി ദൈവം പരിഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശരീരത്തിന് ആരോഗ്യമില്ലായ്മ മനുഷ്യൻ്റെ സന്തോഷം എടുത്തു കളയും. മനസ്സിൻ്റെ ഭയങ്ങൾ സന്തോഷം എടുത്തു കളയും. അതുപോലെ തന്നെ ആത്മാവിലുണ്ടാകുന്ന പാപക്കറ മനുഷ്യൻ്റെ സന്തോഷം എടുത്ത് കളയും. ഉദാഹരണത്തിന് വെറുപ്പും വൈരാഗ്യവും കൊണ്ട് ഒരാൾ നിറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ സന്തോഷമുള്ള വ്യക്തിയായി ജീവിക്കാൻ പറ്റുകയില്ല. ഈ സാഹചര്യങ്ങളിൽ ദൈവം ഇടപെട്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും സൗഖ്യപ്പെടുത്തി അവരെ സന്തോഷവാന്മാരാക്കി മാറ്റുന്നു. ജെറമയ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യം, അവിടെ നാം വായിക്കുന്നത്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. അവർ നിന്നെ ഭ്രഷ്ട് എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ? എന്നാൽ ഞാൻ യാക്കോബിൻ്റെ ഭാഗധേയം പുനർസ്ഥാപിക്കും. അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. നഗരം നാശകൂമ്പാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും. കൊട്ടാരം അതിൻ്റെ സ്ഥാനത്ത് വീണ്ടും ഉയർന്ന് നിൽക്കും. അവിടെ ആനന്ദത്തിൻ്റെ ആരവം ഉയരും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. ദൈവം നമുക്കായി ചെയ്യുന്ന വളരെ വലിയ സൗഖ്യ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ നാം വായിച്ചത്. ജെറമയ പ്രവാചകനിലൂടെയാണ് ദൈവം ഈ കാര്യം പറഞ്ഞത്. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും, നിൻ്റെ മുറിവുകൾ വെച്ചുകെട്ടും, നിനക്ക് വീണ്ടും ഐശ്വര്യമുണ്ടാകും, നിൻ്റെ മനസ്സിൽ നിന്ന് വീണ്ടും ആനന്ദത്തിൻ്റെ ആരവം ഉയരും. ഇങ്ങനെ ഒരു പ്രക്രിയയെ ആന്തരിക സൗഖ്യമെന്ന് വിളിക്കാനായിട്ട് പറ്റും. എന്താണ് ആന്തരിക സൗഖ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുക? ഉദാഹരണത്തിന് ഒരു മനുഷ്യനെ പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അയാളിൽ ഭയമോ ദുഃഖമോ ഒന്നും ഉണ്ടെന്ന് തോന്നണമെന്നില്ല. എന്നാൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയവും ദുഃഖവും എല്ലാം കെട്ടിക്കിടപ്പുണ്ടാകാം. സത്യത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവനെ വിലയുള്ളവനാക്കി മാറ്റുന്നത്. ശരീരത്തിന് എന്തുമാത്രം ആരോഗ്യമുണ്ടെങ്കിലും മനസ്സ് തളർന്നു പോയി കഴിഞ്ഞാൽ അയാൾക്ക് വെറുതെ കിടന്ന് ഉറങ്ങാനേ പറ്റുകയുള്ളൂ. ഒരു കാര്യത്തിൽ ഉത്സാഹമുണ്ടായെന്ന് വരികയില്ല. എന്നാൽ മനസ്സ് ശക്തി പ്രാപിച്ചു കഴിയുമ്പോഴും ഉന്മേഷമുള്ളതായി മാറിക്കഴിയുമ്പോഴും അയാൾക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായൊരു ഉദാഹരണം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു ഇരുമ്പിൻ്റെ കമ്പി കാന്തമാക്കി മാറ്റാനായിട്ട് പറ്റും. ഇൻസുലേഷനുള്ള ഒരു വയറ് ആ ഇരുമ്പിൻ്റെ കമ്പിയിൽ ആണിയിൽ ചുറ്റുക, ഇൻസുലേഷനുള്ള വയറിൻ്റെ രണ്ടറ്റവും വൃത്തിയാക്കി ആ രണ്ടറ്റത്തോടും ചാർജുള്ള ഒരു ബാറ്ററി ഘടിപ്പിക്കുക, നെഗറ്റീവും പോസിറ്റീവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
നാം ഏത് കമ്പിയിൽ ആണിയിൽ ആ വയർ ചുറ്റിയിരിക്കുന്നുവോ ആ കമ്പി ഒരു കാന്തമായിട്ട് മാറും. അതിനിപ്പോഴൊരു പ്രത്യേക കഴിവ് കിട്ടിയിരിക്കുന്നു. അതിന് മറ്റ് ഇരുമ്പിൻ്റെ കഷ്ണങ്ങളെ, ചെറിയ കഷ്ണങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ്. ഇതുതന്നെയാണ് മനുഷ്യനും സംഭവിക്കുന്നത്. ആ ആണിക്കഷ്ണത്തിന് പുറത്തു നിന്നൊരു ശക്തി ലഭിച്ചപ്പോഴും അതിൻ്റെ സ്വഭാവം മാറി. ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ കടന്നു വരുമ്പോഴും അയാളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. ചിലപ്പോഴെങ്കിലും ചില ആളുകൾ അവരുടെ ജീവിത അനുഭവം പങ്കുവയ്ക്കുന്നത് നാം കേട്ടിട്ടുണ്ടാകും. ഒരിക്കലൊരു ഭാര്യ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ മക്കൾക്കെല്ലാം ഭയമായിരുന്നു. അവരോരോരുത്തരും വീടിൻ്റെ അകത്തെ മുറിയിൽ പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് ആ ഭാര്യ പറഞ്ഞു, എൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല, എനിക്കും എൻ്റെ ഭർത്താവിനെ ഭയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. എൻ്റെ ഭർത്താവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് 5 ദിവസത്തെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ധ്യാനത്തിൽ വെച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. ഇപ്പോഴും പഴയതുപോലെ മക്കൾ ഓടിപ്പോകുന്നില്ല. അവർക്ക് അവരുടെ അപ്പൻ്റെ അടുത്ത് വരാനും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. സത്യത്തിൽ എനിക്കും എൻ്റെ ഭർത്താവിനോടുണ്ടായിരുന്ന ഭയവും പേടിയെല്ലാം ഒരു പരിധിവരെ മാറിക്കിട്ടി. എന്താണ് ആ വ്യക്തിയിൽ സംഭവിച്ചത്? ധ്യാനത്തിൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേൾക്കും, യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് കേൾക്കും. ആ ശക്തി വ്യക്തികളിലുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് കേൾക്കും. പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. പരിശുദ്ധാത്മാവ് വ്യക്തിയിലുണ്ടാക്കുന്ന വ്യത്യാസം അളക്കാനുള്ള മാർഗമായി ബൈബിൾ പറയുന്നത് ഒരാളുടെ ക്ഷമിക്കാനുള്ള കഴിവ് വർദ്ധിക്കും, ദൈവത്തെ സ്തുതിക്കാനുള്ള കഴിവ് വർദ്ധിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് കൂടും, സമാധാനമുണ്ടാകും. ഇതൊക്കെ ഒരു വ്യക്തിയിൽ പ്രാർത്ഥന വഴിയോ ധ്യാനം വഴിയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. മറിച്ച് അയാൾ വന്നതിനേക്കാൾ കൂടുതൽ ദേഷ്യമുള്ള ഒരാളായിട്ട് മാറുന്നു. അയാൾ വെറുപ്പ് കൊണ്ട് നിറയുന്നു, ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, പരാതി പറയുന്നതിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അയാൾക്ക് ആ ധ്യാനം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് കാര്യമായ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു തള്ളക്കോഴി ജീവനുള്ള ഒരു മുട്ടയുടെ പുറത്ത് അടയിരുന്നാൽ 21 ദിവസം കഴിയുമ്പോൾ ആ മുട്ട കോഴിക്കുഞ്ഞായിട്ട് മാറും. അതിൻ്റെ പ്രകൃതിയിൽ മാറ്റമായി. സത്യത്തിൽ ആ മുട്ടയിലേക്ക് പുറത്തുനിന്ന് ഒന്നും തന്നെ ആ കോഴി കൊടുത്തില്ല, വെറുതെ ഒരു ശക്തി മാത്രം. ഇതുപോലെ നമ്മിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. ഒരിക്കലൊരു ഭാര്യ പറഞ്ഞു, അവളുടെ ഭർത്താവിനെ അവൾക്കും അവളുടെ മക്കൾക്കും പേടിയായിരുന്നു. അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരിക്കും. എന്നാൽ ആ വ്യക്തിയിലൊരു മാറ്റമുണ്ടായി. മക്കളുടെ സ്വഭാവത്തിലും അയാൾ 5 ദിവസം യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടു, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടു. അത് അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി മാറി. അയാൾ ഈ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മക്കൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ അയാളോട് പെരുമാറാനായിട്ട് തുടങ്ങി. ചെറിയ ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ കാന്തത്തോട് പെരുമാറുന്നത് പോലെ മക്കൾ അയാളുടെ അടുത്തേക്ക് വരാനും അയാളോട് സംസാരിക്കാനും അയാളുടെ മടിയിൽ കയറി ഇരിക്കാനും ഒക്കെ ധൈര്യം കാണിച്ചു. ഭാര്യ പറഞ്ഞു, എൻ്റെ കാര്യം വളരെ വ്യത്യസ്തമല്ല, എനിക്കും എൻ്റെ ഭർത്താവിനോടുണ്ടായിരുന്ന പേടി ഒത്തിരി മാറിക്കിട്ടി.
യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും. യേശുക്രിസ്തു ശമയോൻ പത്രോസിനോട് പറഞ്ഞു, നീ പാറയാണ്, നിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. ഇതുപോലെ ദേഷ്യപ്രകൃതിക്കാരന് ശാന്തനായി മാറാനായിട്ട് പറ്റും. എപ്പോഴും വിഷാദവുമായി നടക്കുന്ന വ്യക്തിക്ക് സന്തോഷമുള്ള വ്യക്തിയായി മാറാൻ പറ്റും. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:25 നാം വായിക്കുകയും ക്ഷീണിതരെ ദൈവം ശക്തിപ്പെടുത്തും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലും 3:7 വായിക്കുന്നത്, കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് മാറുക, അത് നിൻ്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് ശക്തിയും പ്രദാനം ചെയ്യും എന്ന് ആണ്. കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായി നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ച് സുഭാഷിതങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തിന്മയിൽ നിന്ന് അകന്ന് മാറുക, വെറുപ്പ്, വൈരാഗ്യം ഇതെല്ലാം മാറ്റിയെടുക്കുക, നമ്മുടെ ശരീരത്തിനും അസ്ഥികൾക്ക് പോലും ആരോഗ്യമുണ്ടാകുമെന്ന് ബൈബിള് സൂചിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 4:22 വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നവർക്ക് അവ ജീവനും അവൻ്റെ ശരീരത്തിന് അത് ഔഷധവും ആണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് അത് ഔഷധം പോലെ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമെന്ന് ആണ്. സുഭാഷിതങ്ങൾ 17:1 സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനൊരു ഉദാഹരണമായി ബൈബിൾ ഇങ്ങനെ പറയുന്നു, കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പക്കഷണം ആണ്. ഒരു പക്ഷേ ഒരു വീട്ടിൽ വളരെ നല്ല ആഹാരമുണ്ട്, വിഭവസമൃദ്ധമായ സദ്യ, പക്ഷേ ആരോഗ്യം വളരെ കുറവ്, എല്ലാവരും തന്നെ രോഗികൾ, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരത്തിനനുസൃതമായ ആരോഗ്യം അവരിൽ കാണുന്നില്ല. അതിന് ബൈബിൾ പറയുന്ന കാരണം, കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ നല്ലത് സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പക്കഷണം ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ആരോഗ്യം നമുക്ക് തരുന്നത് സ്വസ്ഥതയും സമാധാനവുമാണ് എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 15:17 സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാളയിറച്ചിയേക്കാൾ മെച്ചം. സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ കഴിക്കുന്ന സസ്യാഹാരം വെറുപ്പോടെ കഴിക്കുന്ന കാളയിറച്ചിയേക്കാൾ നല്ലതാണെന്ന് ബൈബിള് സൂചിപ്പിക്കുന്നു. ഒരമ്മ തൻ്റെ ഭർത്താവിനോടുള്ള വെറുപ്പോടെ മക്കൾക്ക് ആഹാരം വിളമ്പിക്കൊടുക്കുന്നതും ഭർത്താവിനോട് സ്നേഹവും സന്തോഷവും മനസ്സിൽ വെച്ച് മക്കൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വേണം കണക്കാക്കാനായിട്ട്. മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റമുണ്ടാക്കും. മക്കളിലും നാമും ആരുമായിട്ട് ബന്ധപ്പെടുന്നുവോ അവരിലുമൊക്കെ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ളത് ആണ്. വിശുദ്ധ പൗലോസ് തൻ്റെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, 1 തെസ്സലോനിയർ 5:23 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവും ആയിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യനിൽ ശരീരവും മനസ്സും ആത്മാവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക. ഇത് മൂന്നും ചേർന്ന ഒരു യൂണിറ്റാണ് മനുഷ്യൻ. ഇത് മൂന്നും ഒരുമിച്ച് ചേർന്നാണ് മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്. ഇവയെ തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവ മനുഷ്യനിൽ എപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അയാളുടെ മനസ്സിനെ ശരീരത്തിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റുകയില്ല. ആത്മാവിനെയും അയാളുടെ ശരീരത്തിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റുകയില്ല.
ശരീരത്തിൽ എവിടെയാണ് നമ്മുടെ മനസ്സും ആത്മാവും? എന്നാൽ മരണശേഷം മനുഷ്യനൊരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കാനായിട്ട് പറ്റും. മരണശേഷം ജീവിക്കുന്ന മനുഷ്യനെ ആത്മാവെന്ന് വിളിക്കാനായിട്ട് പറ്റും. ഈ ആത്മാവിനോട് ദൈവം ഒരിക്കൽ കൽപ്പിക്കുന്നെന്ന് കരുതുക, നിനക്കൊരു ശരീരമുണ്ടാകട്ടെ എന്ന്. അപ്പോഴൊരു പ്രത്യേക ശരീരം ആ ആത്മാവിന് ലഭിക്കും. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന് ലഭിച്ചതുപോലത്തെ ഒരു ശരീരം, അതിന് സ്ഥലത്തിൻ്റെ ആവശ്യം ഇല്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ കാര്യത്തിൽ ആത്മാവിനും മനസ്സിനും ഉണ്ടാകുന്ന മുറിവുകൾ ശരീരത്തെ ബാധിക്കും. ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആത്മാവിനെയും മനസ്സിനെയും ബാധിക്കും. ഉദാഹരണത്തിന്, ഏറെ മദ്യപിക്കുന്ന ഒരാൾ മദ്യപിച്ച് കഴിയുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ ശക്തികൾക്ക് വ്യത്യാസം വരും. നേരത്തതുപോലെ അയാൾക്ക് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അയാളുടെ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ വ്യത്യാസം വരും. മദ്യപിച്ച ആൾ ഒരുപക്ഷെ പലരെയും വേദനിപ്പിക്കുകയും അസഭ്യവാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അയാൾ പറയും, ഞാനതൊന്നും ഓർക്കുന്നില്ല എന്ന്. അയാൾ പറയും, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയും. അതായത് അയാൾക്ക് സ്വാഭാവികമായുള്ള ഓർമ്മശക്തിയെ അയാളുടെ മദ്യം ഏതോ ഒരു പ്രത്യേക രീതിയിലാക്കി മാറ്റിയിരിക്കുന്നു. ശരീരത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൻ്റെ കാര്യത്തെയും ബാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സും ശരീരവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പലപ്പോഴും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സുഭാഷിതങ്ങൾ 15:13, സന്തുഷ്ടമായ മനസ്സ് മുഖത്തെ പ്രസന്നം ആക്കുന്നു. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, മുഖം മനസ്സിൻ്റെ കണ്ണാടി ആണ്. സന്തുഷ്ടമായ മനസ്സ് മുഖത്തെ പ്രസന്നം ആക്കുന്നു. പല ആളുകളും അവരുടെ മുഖം പ്രസന്നമാക്കാൻ വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. അവരതിനു വേണ്ടി ചായങ്ങളും പൗഡറുകളും ഒക്കെ ഉപയോഗിക്കുന്നു. അത് ഒരു പരിധിവരെ നല്ലതാകാം. എന്നാൽ ശരിക്കും മുഖത്തിന് കാന്തി കൊടുക്കുന്നത് എന്താണെന്ന് ബൈബിള് സൂചിപ്പിക്കുന്നു. അത് മനസ്സിൻ്റെ അവസ്ഥയാണ്. സന്തുഷ്ടമായ മനസ്സാണ് മുഖത്തെ പ്രസന്നം ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായ മുഖവും മനസ്സും തമ്മിൽ വളരെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇത് ശരീരത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളുടെ കാര്യത്തിലും സത്യമാണ്. സുഭാഷിതങ്ങൾ 17:22 നാം വായിക്കുന്നത്, സന്തുഷ്ടമായ മനസ്സ് ആരോഗ്യദായകമാണ് എന്നാണ്. തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാനായിട്ട് പറ്റും? ഒരു ഡോക്ടർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഒരാളുടെ മനസ്സ് തളർന്നു പോയാൽ എത്രയൊക്കെ മരുന്ന് കൊടുത്താലും അയാൾക്ക് സ്ഥായിയായൊരു സൗഖ്യമുണ്ടാകണമെന്നില്ല. മരുന്നിൻ്റെ ശക്തി കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വ്യത്യാസമുണ്ടാകും. അത് കഴിയുമ്പോൾ അയാൾ പഴയ രോഗാവസ്ഥയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഏറ്റവും ആരോഗ്യദായകമായിട്ടുള്ളത് മനസ്സാണ്, സന്തുഷ്ടമായ മനസ്സ് ആണ്. ഒരാൾക്ക് തൻ്റെ കൂടെ താമസിക്കുന്ന ആൾ രോഗിയാക്കി മാറ്റാനായിട്ട് ശരീരത്തെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല, മനസ്സിനെ പീഡിപ്പിച്ചാൽ മതി. ഒരിക്കലൊരു സ്ത്രീ സംസാരിക്കാനായിട്ട് വന്നു. അവൾ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിയുന്നതുവരെ എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നില്ല. ഞാനെൻ്റെ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്തിരുന്ന ആളാണ്. അലക്കും, വിറക് കീറും, ഇതുപോലെ വളരെ അധ്വാനം ആവശ്യമുള്ള ജോലികൾ പോലും എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുമായിരുന്നു. എനിക്ക് നടുവേദന ഉണ്ടായിട്ടേ ഇല്ല. എന്നാൽ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് നടുവേദനയായി, കാലിന് വേദനയായി, ഞാനാകെ രോഗിയായി മാറിയിരിക്കുന്നു. ധാരാളം മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രോഗം മാറിക്കിട്ടുന്നില്ല. ആ സഹോദരിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. അവൾ വന്ന വീട് അവളുടെ മനസ്സിനൊട്ടും സ്വസ്ഥത തരുന്നൊരു വീടായിരുന്നില്ല. ഭർത്താവ് ഒരു പ്രത്യേക സ്വഭാവക്കാരൻ. ഭർത്താവിൻ്റെ വീട്ടിലുള്ള അമ്മയും അപ്പനും സഹോദരി സഹോദരന്മാരും പ്രത്യേക സ്വഭാവക്കാരും. അവരെല്ലാവരും തന്നെ പുതുതായി ആ വീട്ടിലേക്ക് വന്ന ഈ മകളെ, ഈ സഹോദരിയെ പീഡിപ്പിക്കുമായിരുന്നു. മനസ്സിന്
പീഡയേറ്റാണ് അവൾ രോഗിയായി മാറിയത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, സന്തുഷ്ടമായ മനസ്സ് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു എന്ന്. സുഭാഷിതങ്ങൾ 18-14 വായിക്കുന്നത് ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു എന്ന് ആണ്. മനസ്സിൽ ഉന്മേഷവും സന്തോഷവും ഉണ്ടായാൽ രോഗങ്ങൾ പോലും സഹിക്കാനും കൈകാര്യം ചെയ്യാനും മനുഷ്യന് സാധിക്കും. മനസ്സിൽ നിന്ന് ഉന്മേഷം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചെറിയ രോഗങ്ങൾ പോലും മനുഷ്യനെ അസ്വസ്ഥനാക്കി മാറ്റും. ബൈബിളിലെ മറ്റൊരു വചനം സുഭാഷിതങ്ങൾ 14:30, പ്രശാന്തമായ മനസ്സാണ് ശരീരത്തിന് ഉന്മേഷം പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മനസ്സിനെ പ്രശാന്തമാക്കി വയ്ക്കാനായിട്ട് മനുഷ്യർ ശ്രമിക്കണം. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ അപ്പപ്പോഴായി മാറ്റിക്കളയണം. മതത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ടൊരു കടമയാണ് മനുഷ്യ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ അവരെ സഹായിക്കുകയും അത് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുകയും അതുതന്നെയാണ് ഏറ്റവും വലിയ ശാരീരിക രോഗശാന്തി ശുശ്രൂഷയും. സുഭാഷിതങ്ങൾ 12:25 വായിക്കുന്നത് ഉത്കണ്ഠ ഹൃദയത്തെ നിരുന്മേഷമാക്കി മാറ്റും. ഉത്കണ്ഠ വന്ന് കയറിയാൽ, ഭയം വന്ന് കയറിയാൽ അത് മനസ്സിൻ്റെ സന്തോഷമെല്ലാം എടുത്തു കളയും. മനസ്സിൻ്റെ സന്തോഷവും ശരീരത്തിൻ്റെ സന്തോഷവും തമ്മിൽ, ശരീരത്തിൻ്റെ ആരോഗ്യവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നാം നേരത്തെ തന്നെ പറഞ്ഞു. ബൈബിളിലെ മറ്റൊരു പുസ്തകമാണ് പ്രഭാഷകൻ്റെ പുസ്തകം. 13:26 പറയുന്നത്, പ്രസന്നമായ മുഖം ഹൃദയ സന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. മനസ്സിൻ്റെ സന്തുഷ്ടിയെ ആണ് മുഖത്തിൻ്റെ പ്രസന്നത വെളിപ്പെടുത്തുന്നത്. കായേനെക്കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. ദൈവം ഒരിക്കൽ കായേൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് കായേനോട് ചോദിച്ചു, നിൻ്റെ മുഖമെന്താണ് ഇങ്ങനെ ദുഃഖപൂർണമായി ഇരിക്കുന്നത്? നിനക്കെന്ത് പറ്റി? കായേൻ ഉത്തരവൊന്നും പറഞ്ഞില്ല. അപ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ മനസ്സിൻ്റെ പടിവാതിക്കൽ പാപം കിടപ്പുണ്ട്. ദേഷ്യമായി, വെറുപ്പായി, അസൂയയായി നിൻ്റെ സഹോദരനെ കൊല്ലണമെന്നുള്ള ചിന്ത നിൻ്റെ മനസ്സിലിപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട്. അസൂയയാണ് ഇതിന് കാരണം. മനസ്സിൽ കടന്നുകൂടി ഈ അസൂയയും വെറുപ്പുമാണ് നിൻ്റെ മുഖത്തിൻ്റെ കാന്തി കളഞ്ഞത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. എന്നാൽ കായേന് കാര്യമായിട്ടൊന്നും സൂക്ഷിക്കാൻ പറ്റിയില്ല. കായൻ തൻ്റെ സഹോദരനെ കൊല്ലുന്നു. കായൻ്റെ മാനസികാവസ്ഥ വീണ്ടും താറുമാറായി മാറുന്നു. ഇത് നാം ബൈബിളിൽ വായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ കാന്തിയും മനസ്സിൻ്റെ ആരോഗ്യവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടാണ് ഇരിക്കുക. ബൈബിളിലെ മറ്റൊരു ശ്രദ്ധേയമായ പഠനം, ആരോഗ്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ആർക്കും ചിന്താവിഷയമാക്കാവുന്നതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 30:22, ഹൃദയാനന്ദം സമം ജീവൻ, സന്തോഷം സമം ആയുസ്. ബൈബിളിൽ ഇങ്ങനെയാണ് പറയുക, ഹൃദയാനന്ദം ജീവനാണ്, സന്തോഷം ആയുസ്സാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ദൈവം ആരോഗ്യത്തോടു കൂടെ കുറേയേറെ വർഷങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളും ദൈവം ആഗ്രഹിക്കുന്ന ദിവസങ്ങൾ പൂർത്തിയാക്കാറില്ല. അതിനു മുമ്പ് തന്നെ ആയുസ് നഷ്ടപ്പെടുത്തിയിട്ട് ഉണ്ടാകാം. കാരണം ബൈബിൾ പറയുന്നു, ഹൃദയത്തിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ സന്തോഷമാണ് ആയുസ്. മദ്യത്തിൻ്റെ, കഞ്ചാവിൻ്റെ, മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയി ആത്മഹത്യവാസന പിടിപെട്ട എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയും, മരിച്ചാൽ കൊള്ളാമെന്നാണ് ചിന്തയെന്ന്. ഇതെന്നാണ് തുടങ്ങിയത്? ഇത് കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ചിന്തയുണ്ടായി തുടങ്ങിയത്. കാരണം മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. മനസ്സിൻ്റെ സന്തോഷം പോയാൽ ആയുസ് പോയെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട്
മനസ്സിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, കാഴ്ചകൾ, വായനകൾ, ആവശ്യമില്ലാത്ത വസ്തുക്കളുടെ ഉപയോഗം, ഇതൊക്കെ ശ്രദ്ധാപൂർവം ക്രമീകരിക്കുന്നില്ല എങ്കിലും ശരീരത്തെ ആരോഗ്യമുള്ളതായി സൂക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഭൂമിയിൽ മനുഷ്യരുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അത് പറയാൻ വേണ്ടി കൂടിയായിരിക്കാം യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തനായ പുത്രൻ്റെ കഥ പറഞ്ഞത്. അവൻ നല്ലൊരു വീട്ടിലാണ് ജനിച്ചത്. അവൻ്റെ അപ്പൻ വളരെ നല്ല മനുഷ്യൻ. അവന് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ വീട്ടിൽ വേലക്കാർക്ക് പോലും നല്ല ആഹാരമുണ്ട്. പക്ഷേ അവന് യൗവനത്തിൻ്റെ തിളപ്പിലൊരു ചിന്ത ഉദിച്ചു. എൻ്റെ ഓഹരി അപ്പനോട് വാങ്ങിച്ച് വേറെ എവിടെയെങ്കിലും പോയി കുറച്ചും കൂടി സന്തോഷത്തോടു കൂടെ ജീവിക്കുകയും, പണമുണ്ടെങ്കിൽ സന്തോഷമായി, അപ്പനില്ലേലും പ്രശ്നമില്ല, ഇങ്ങനെയൊരു ചിന്തയാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത്. അവനവൻ്റെ നാടും വീടും എല്ലാം വിട്ടു, അപ്പനെ വിട്ടു, പണവുമായി സുഖമായി ജീവിക്കാൻ തുടങ്ങി. എന്നാൽ നമുക്കറിയാം, പണം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അലസമായി ഉപയോഗിക്കുന്നവർക്ക് പണം ഒത്തിരി നാൾ ശരിയായി കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുകയില്ല. ബൈബിളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവം മുന്തിരിത്തോട്ടം കാണാനിറങ്ങി അലസൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ വാതുക്കലെത്തി. അവനവിടെ നിൽക്കുന്നത് കണ്ട് ദൈവം അകത്തേക്ക് കടക്കാതെ നടന്നു പോയെന്നാണ് ബൈബിൾ പറയുക. അലസൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ദൈവം ഒരിക്കലും കയറുകയില്ല. യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിൽ നിന്ന് എടുത്ത് ഉള്ളവന് കൊടുക്കുക. യേശു പറഞ്ഞ കഥയുടെ പശ്ചാത്തലത്തിൽ അർത്ഥം വളരെ വ്യക്തമാണ്. അധ്വാനിക്കാത്തവനിൽ നിന്ന് എടുത്ത് അധ്വാനിക്കുന്നവന് കൊടുക്കുക. കാരണം ഇവൻ്റെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇത്രയും നാൾ കൊടുത്തിട്ട് അവൻ ആ നാണയം കുഴിച്ചു വെച്ചതല്ലാണ്ട് അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് അധ്വാനിക്കാത്തവൻ്റെ കയ്യിൽ നിന്നെടുത്ത് അത് അധ്വാനിക്കുന്നവന് കൊടുക്കുക. അലസന്മാർക്ക്, പണം അലസമായി ഉപയോഗിക്കുന്നവർക്ക് അതിലേറെ നാൾ നിലനിൽക്കാനായിട്ട് പറ്റുകയില്ല. യേശു പറഞ്ഞ കഥയിലെ ധൂർത്തപുത്രനും അതുതന്നെയാണ് സംഭവിച്ചത്. അവൻ്റെ പണമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. അവൻ ദരിദ്രനായിട്ട് മാറി. അവൻ ചെന്ന് പെട്ട നാടും അക്കാലത്ത് വളരെയേറെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു നാട്. അവനൊരിക്കൽ നടന്നു പോകുമ്പോൾ പന്നികൾ ആഹാരം തിന്നുന്നത് കണ്ടു. അപ്പോഴവന് തോന്നി, ഇതിൻ്റെ യജമാനൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവയെ നോക്കാനുള്ള ജോലിയും കിട്ടും, ഇവ തിന്നുന്നത് അവിടെയെങ്കിലും തിന്നാനായിട്ട് പറ്റും. അത്രയ്ക്ക് മാത്രം വരൾച്ച ബാധിച്ചൊരു കാലഘട്ടത്തിലാണ് അവൻ ആ നാട്ടിൽ വന്ന് പെട്ടത്. പക്ഷേ അവനെ പന്നി നോക്കാനായിട്ട് യജമാനൻ അനുവദിച്ചു, പക്ഷേ തവിട് തിന്നാനായിട്ട് അനുവദിച്ചില്ല. നാം ആലോചിച്ച് നോക്കുക, വളരെ സന്തോഷത്തോടു കൂടെ അവൻ്റെ വീട്ടിൽ ആഹാരം കഴിച്ച് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി അവൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു, അവൻ്റെ പിതാവ് ആഗ്രഹിച്ചു. പക്ഷേ യൗവനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവനെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷേ യേശുക്രിസ്തു ആ കഥയിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ധൂർത്തനായ പുത്രൻ അവൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നു. പിതാവ് അവനെ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെയാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നില്ല. നമ്മുടെ ധിക്കാരം കൊണ്ടും അശ്രദ്ധ കൊണ്ടും ദൈവം നാം പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയുസ് നാം പലപ്പോഴും എത്തിക്കാറില്ല. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 30:22 നാം വായിച്ചത്, സന്തോഷം സമം ആയുസ്, ഹൃദയാനന്ദം സമം ജീവൻ. ഒരിക്കലും 2 തവളകൾ നടക്കാനായിട്ട് പോയി. അവ നടന്നും ചാടിയും എല്ലാം അവർ മതിലിൻ്റെ പുറത്ത് കയറി. അങ്ങനെ മതിലിൻ്റെ പുറത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ നാട്ടിലൊരു വാർത്ത വരുന്നത്. അന്ന് വണ്ടിയൊന്നും ഓടാൻ പാടില്ലെന്നുള്ള വാർത്ത. അന്ന് ആളുകൾ പതിവ് പോലെ
പാല് ശേഖരിച്ച് പാത്രങ്ങളിലാക്കി പല സ്ഥലത്തും വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ഓടാൻ പറ്റാത്തത് കൊണ്ട് അവർക്കത് കൊണ്ടുപോകാൻ പറ്റിയില്ല. തവളകൾ എങ്ങനെയോ ചാടി രണ്ടും കൂടി ഈ പാൽപാത്രത്തിൽ വീണു. അതിനകത്ത് പകുതിയോളം പാലുണ്ട്, വലിയ പാത്രം. തവളകൾക്ക് ആദ്യം സന്തോഷം തോന്നി, പാല് കുടിച്ച് അതിനകത്ത് കിടക്കാമല്ലോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവയ്ക്ക് തോന്നി ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടണമെന്ന്. രണ്ടും ചാടാൻ തുടങ്ങി. 1/4 മണിക്കൂർ ചാടിക്കഴിഞ്ഞപ്പോൾ അതിൽ സുബോധമുള്ള തവള ഇങ്ങനെ പറഞ്ഞു, ചാടി മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് കിടന്ന് ശാന്തമായി മരിക്കുന്നതാണ്. അതിൻ്റെ പ്രതീക്ഷ മുഴുവനും പോയി. കാരണം അത് ചാടും, വക്കേ കൊള്ളും, താഴേക്ക് വീഴും. ഇങ്ങനെ ചാടി മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് കിടന്ന് ശാന്തമായി മരിക്കാം. അതിൻ്റെ പ്രതീക്ഷ മുഴുവനും പോയി. അതിൻ്റെ മനസ്സിൻ്റെ ആനന്ദം മുഴുവനും വാർന്നുപോയി. അങ്ങനെ ചിന്തിച്ച തവള കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കിടന്ന് ചത്തു. എന്നാൽ മറ്റേ തവള കരുതി രക്ഷപ്പെടുകയോ ഇല്ലയോ എന്നറിയാൻ പാടില്ല, ഏതായാലും മരിക്കുന്നതുവരെ വല്ലതും ചെയ്തുകൊണ്ടിരിക്കാം. അത് ചാടിക്കൊണ്ടിരുന്നു. ക്ഷീണിക്കുമ്പോൾ അത് തുഴയും, വീണ്ടും ചാടും. അത് നല്ല പാലായിരുന്നത് കൊണ്ട് അതിങ്ങനെ തുഴയുകയും ചാടുകയൊക്കെ ചെയ്തപ്പോൾ പാലിനകത്ത് അല്പം വെണ്ണ പൊങ്ങി വന്നു. തവള ആ വെണ്ണയുടെ പുറത്ത് കയറിയിരുന്നു. അപ്പോൾ അതിൻ്റെ കാലുകൾക്ക് ബലം കിട്ടി. അതിന് ചാടാനായിട്ടൊരു അടിത്തറ കിട്ടി. അത് ആ അടിത്തറയിൽ വെണ്ണയിൽ അതിൻ്റെ കാലുകൾ പതുക്കെ ഉറപ്പിച്ച് സർവ്വശക്തിയും സംഭരിച്ച് ചാടി അതിന് രക്ഷപ്പെടാനായിട്ട് പറ്റി. യേശുക്രിസ്തു പറഞ്ഞു, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:22. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. മനസ്സിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയോ, മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയോ, ജീവൻ നഷ്ടപ്പെട്ടു പോയതിന് തുല്യം ആണ്. ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. പ്രതീക്ഷയും ആഗ്രഹവും പോയവൻ മരിച്ചതിന് തുല്യം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് നാം വായിക്കുന്നത്, നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത്. അത് വളരെ വിലയുള്ളത് ആണ്. നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ശരീരത്തെ സ്വാധീനിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞ് വന്നത്. ബൈബിളിലെ ഒരു സംഭവം ഞാൻ ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണ്. 1 സാമുവേൽ 4:19. അവിടെ ഏലി എന്ന പേരായ പഴയനിയമ പുരോഹിതൻ്റെ ചരിത്രം വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമകൾ ഗർഭിണിയാണ്. എന്നാൽ പ്രസവിക്കേണ്ട സമയമായിട്ടുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് ആ നാട്ടിലൊരു യുദ്ധമുണ്ടാകുന്നത്. ഏലിയുടെ മക്കൾ യുദ്ധം ചെയ്യാനായിട്ട് പോയി. യുദ്ധത്തിൽ വെച്ച് ഈ മരുമകളുടെ ഭർത്താവ് മരിച്ചു. പെട്ടെന്നാണ് അവൾ ആ വാർത്ത കേൾക്കുന്നത്. അവളുടെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, പ്രസവിക്കേണ്ട സമയമായിട്ടില്ല എങ്കിലും പെട്ടെന്ന് അവൾക്ക് പ്രസവവേദന കൂടി അവൾ പ്രസവിച്ചു എന്ന് ബൈബിളിൽ നാം വായിക്കുന്നു. അങ്ങനെയാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ ശരീരത്തിൻ്റെ പല രീതിയിലും വ്യത്യാസമുണ്ടാക്കുമെന്നാണ് ബൈബിളിലെ സൂചന. മനസ്സും ശരീരവും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് ഇരിക്കുന്നു. മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ബൈബിള് പലപ്പോഴും പറയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് ഒരാളുടെ മനസ്സ് ദുഃഖമുള്ളതായി മാറുന്നത്, ഭയമുള്ളതായി മാറുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഇന്ത്യയിലെ ഒരു പട്ടണത്തിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. ധ്യാനം കഴിഞ്ഞ് ട്രെയിനിൽ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. 2-2.5 ദിവസം നീണ്ട യാത്രയാണ്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള ആളുകൾക്ക്, ട്രെയിനിലുള്ള ആളുകൾക്ക് വെള്ളവും പഴവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന വളരെ സന്തോഷപ്രകൃതിയായിട്ട് എനിക്ക് തോന്നി.
വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത്. എന്നാൽ ഒരു ദിവസം അവൻ ആരോടും ഒന്നും സംസാരിക്കാതെ വളരെ ദുഃഖപൂർണമായ മുഖവുമായി ട്രെയിനിലെ ഒരു ബെഞ്ചിൽ തലയും താഴ്ത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ഇന്നെന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നലെ നീ വളരെ സന്തോഷമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നല്ലോ. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അച്ചോ, കേരളമായി. ഞാൻ ചോദിച്ചു, നീ അതിന് കേരളത്തിലേക്കല്ലേ യാത്ര ചെയ്തത്? നിനക്ക് വഴി തെറ്റിപ്പോയോ? അവൻ പറഞ്ഞു, വഴി തെറ്റിയിട്ടില്ല, കേരളമായി എന്ന് എനിക്ക് ശരിക്കറിയാം, ഞാൻ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? അവൻ പറഞ്ഞു, എൻ്റെ അമ്മ അതിരാവിലെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. അമ്മ വീട്ടിലുള്ള മിക്കവാറും പാത്രങ്ങളെല്ലാം പലഹാരം കൊണ്ട് നിറച്ചിട്ടുണ്ട്, നല്ല കറിയൊക്കെ എനിക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ പ്രശ്നം അമ്മയെ എങ്ങനെ അഭിമുഖീകരിക്കും, അമ്മയുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്നുള്ളത് ആണ്. കാരണം അമ്മയെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഈ കാര്യം ഓർത്താണ് ഞാൻ പ്രയാസപ്പെട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അപ്പോൾ നിൻ്റെ അമ്മ എന്തെങ്കിലും പ്രത്യേകിച്ച് വൈകല്യമുള്ളൊരു സ്ത്രീയാണോ? അവൻ പറഞ്ഞു, അല്ലല്ല, പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പ്രശ്നം എനിക്കറിയാം. അവൻ്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങി. 5.5 വയസ്സ് വരെ എൻ്റെ വീട്ടിൽ വേറെ മക്കളാരും ഉണ്ടായിരുന്നില്ല. എനിക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അനിയനുണ്ടാകുന്നത്. സ്വാഭാവികമായി എനിക്ക് അവനോട് ചിലപ്പോൾ അസൂയയോ ദേഷ്യമോ ഒക്കെ തോന്നിയിട്ടുണ്ടാകും. ഒരിക്കൽ അവനെ അമ്മ തൊട്ടിയിൽ കിടത്തി. അമ്മയില്ലാത്ത സമയം നോക്കി ഞാൻ അവൻ്റെ കാലെ പിടിച്ച് വലിച്ചു. അവൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം തൊട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അമ്മ ഓടി വരുന്നത്. അമ്മ കൊച്ചിനെ ശരിക്ക് കിടത്തി. അതിനുശേഷം എന്നെ ഒരു വടി കൊണ്ടുവന്ന് തല്ലിയതിന് ശേഷം പറഞ്ഞു, നീ എൻ്റെ കൊച്ചല്ല, എൻ്റെ കൊച്ച് ഈ കിടക്കുന്നതാണ്, നീ ഇനി എൻ്റെ അടുത്ത് വരരുത്. 26ഓളം വയസ്സ് പ്രായമുള്ള അവൻ എൻ്റെ മുമ്പിലിരുന്ന് കരയുന്നു. ഇപ്പോഴും അവൻ ആ കാര്യം ഓർക്കുമ്പോൾ അവൻ്റെ കണ്ണീര് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ പറഞ്ഞു, ആ ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞു. അമ്മയത് പറഞ്ഞപ്പോൾ ഞാൻ പോയി ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള പശുവിനെ കെട്ടുന്ന തൊഴുത്തിൽ പുല്ലിടുന്ന സ്ഥലത്ത് പോയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറേ ഉണക്ക വൈക്കോലെല്ലാം എൻ്റെ മേൽ വാരിയിട്ടു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ പോയില്ല, വീണ്ടും അവിടെ തന്നെ വന്നിരുന്നു. വൈകുന്നേരം എൻ്റെ അമ്മയുടെ അപ്പൻ ജോലി കഴിഞ്ഞ് വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി. ഞാൻ കരഞ്ഞ് കരഞ്ഞ് കിടന്ന് ഉറങ്ങി. ഇതാണ് എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ 5.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുറിവേറ്റവനാണ്. അവൻ്റെ അമ്മ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഒരുപക്ഷെ ചെറിയൊരു അശ്രദ്ധ ഈ പ്രശ്നം കൈകാര്യം ചെയ്തതിൽ അമ്മയ്ക്ക് വന്നിട്ടുണ്ടാകാം. എന്നാലും നമുക്ക് ആർക്കും അമ്മയെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. അവനെ ആ അവസരത്തിൽ ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ആ ഇളയ കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ അപകടത്തിൽപ്പെടുത്തിയേനെ. ഞാൻ അവനോട് പറഞ്ഞു, അമ്മ ചെയ്തത് തികച്ചും ശരിയാണെന്ന് നിനക്കറിയാമല്ലോ. അവൻ പറഞ്ഞു, എനിക്കറിയാം, അമ്മ ചെയ്തത് ശരിയാണ്, അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമുണ്ട്. പക്ഷേ എൻ്റെ അറിവും എൻ്റെ ഹൃദയവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. ആ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിനൊരു പ്രാർത്ഥന എഴുതി കൊടുത്തു. അതിങ്ങനെയാണ്: ഈശോയെ, നിൻ്റെ തിരുരക്തത്താൽ എൻ്റെ മനസ്സിനെ കഴുകണമേ. പ്രത്യേകിച്ച് 5.5 വയസ്സുള്ളപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആ വേദനിപ്പിക്കുന്ന അനുഭവം അങ്ങ് കഴുകി മാറ്റണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ മനസ്സിനെ വീണ്ടും ശക്തിപ്പെടുത്തണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അവനോടൊരു ധ്യാനം കൂടെ ഞാൻ ആവശ്യപ്പെട്ടു. അവൻ 5 ദിവസത്തെ ധ്യാനം കൂടി. പിന്നീട് ഒരിക്കലും അവൻ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിച്ചു. അമ്മയോടുള്ള എൻ്റെ വെറുപ്പും അരിശവും അകൽച്ചയും 100% മാറിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
80-90% മാറിയിട്ടുണ്ട്. ഈ അവധിക്കാലത്ത് തന്നെ എനിക്ക് അമ്മയോട് കുറേയെല്ലാം സ്നേഹപൂർവ്വം പെരുമാറാനായിട്ട് സാധിച്ചു. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് മുറിവുണ്ടാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞ് വന്നത്. മറ്റൊരു ഉദാഹരണം ഞാൻ ഓർക്കുകയാണ്. ഒരമ്മ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു വൈദികൻ്റെ അടുത്ത് ചെന്നു. ആ മകൻ 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവൻ മയക്കുമരുന്നിന് അടിമയാണ്. അച്ഛൻ ആ അമ്മയെ ശ്രദ്ധാപൂർവം കേട്ടു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, അമ്മ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ഞാൻ മകനോട് സംസാരിക്കുക. മകൻ അച്ഛൻ്റെ മുമ്പിലിരുന്നു. കുറച്ച് നേരം അവർ സംസാരിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്, മൗനമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, നീയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യം നീ ഓർത്താലും പ്രാർത്ഥന നിർത്തി ആ കാര്യം നീ എന്നോട് പറയണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. അവൻ കരയാൻ തുടങ്ങി. അച്ഛനവനെ ആശ്വസിപ്പിച്ചു. അവനവൻ്റെ ഓർത്ത കാര്യം അച്ഛനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, അത് സംഭവിച്ചത് എനിക്ക് കഷ്ടി 7 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കളിക്കുന്നു. ഞങ്ങളുടെ മുൻവശത്തുള്ള മുറിയിലാണ് കളിക്കുന്നത്. ആ മുറിയിലെ ഒരലമാരയിൽ നല്ലൊരു പൂപ്പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രം പളങ്കുകൊണ്ടുണ്ടാക്കിയതാണ്. പന്ത് തട്ടി ഞാൻ കളിക്കുന്ന അവസരത്തിൽ പന്ത് ചെന്ന് ആ പാത്രത്തെ കൊണ്ട് പാത്രം താഴെ വീണ് കഷ്ണം കഷ്ണമായി പൊട്ടി. ഒച്ച കേട്ട അമ്മ അടുക്കളയിൽ നിന്ന് വന്നു. അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ എന്നെ തല്ലി. ദേഷ്യപ്പെട്ട് വീണ്ടും അകത്തേക്ക് പോയി. വീണ്ടും വന്ന് വീണ്ടും എന്നെ തല്ലാനായിട്ട് തുടങ്ങി. അമ്മയുടെ ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ നീ പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണ്. ഈവൻ അതർവൈസ് യു ആർ ആൻ ആക്സിഡൻറ്റ്. ആ ചെറുപ്പക്കാരൻ അച്ഛൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു. അച്ഛന് കാര്യം മനസ്സിലായി, എങ്ങനെയാണ് അവൻ മയക്കുമരുന്നിന് അടിമയായി മാറിയതെന്ന്. കാരണം അവർ പ്രാർത്ഥിച്ചത് മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞാണ്. ഈ ചെറുപ്പക്കാരന് വളരെ ദുഃഖകരമായൊരു അനുഭവം 7 വയസ്സിലുണ്ടായി. അവൻ്റെ അമ്മ തന്നെ അവനോട് പറയുന്നത് അവൻ കേട്ടു, നീ പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു കൊച്ചാണ്. അവന് തോന്നി, എന്നെ ആർക്കും വേണ്ട, എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ വേണ്ട. എൻ്റെ അമ്മയ്ക്ക് പോലും വേണ്ടാത്ത ഈ ജീവിതം എന്തിനാണ് എനിക്ക്? അവന് കുറച്ച് പ്രായപൂർത്തിയായപ്പോൾ 10-14 വയസ്സായപ്പോൾ അവൻ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയി. മദ്യപിക്കാനും ക്രമേണ മയക്കുമരുന്ന് ഉപയോഗിക്കാനും തുടങ്ങി. അവനെ അച്ഛൻ പറഞ്ഞ് പള്ളിയിലേക്ക് വിട്ടു. അവൻ്റെ അമ്മയെ വരുത്തി. അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അമ്മയ്ക്കും കാര്യം മനസ്സിലായി. അതിനുശേഷം അച്ഛൻ അവനെ വിളിപ്പിച്ചു. അമ്മ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ നീ എന്നോട് ക്ഷമിക്കണം, ഞാനന്ന് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. അച്ഛനും അമ്മയും ചേർന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ആ പ്രാർത്ഥനയിലൂടെ മയക്കുമരുന്നിനോടുള്ള അവൻ്റെ അടിമത്തം മാറിക്കിട്ടി. യേശുക്രിസ്തുവിലേക്ക് വരുമ്പോഴും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ തന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായ പല വൈകല്യങ്ങളും അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം പ്രാപിക്കും. എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഭാരപ്പെട്ടതായി മാറുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അത് ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവം. അവൻ വളരെ കുഞ്ഞുനാളിൽ തന്നെ 15 വയസ്സുള്ളപ്പോൾ അവൻ്റെ വീട് വിട്ടു പോയതാണ്. അവൻ പട്ടണത്തിലെ ഏതാനും ചെറുപ്പക്കാരുടെ കൂടെ ജീവിക്കാനായിട്ട് തുടങ്ങി. പടം വരയ്ക്കാൻ കഴിവുള്ള അവൻ ഇടയ്ക്കൊക്കെ പടം വരയ്ക്കും. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് മയക്കുമരുന്ന് വാങ്ങിച്ച് അവൻ ജീവിക്കുന്നു. ഒരിക്കലൊരു
ചെറിയ മുറിയിലിരുന്ന് കൂട്ടുകാരുമായിട്ട് മദ്യപിക്കുമ്പോഴും അവിടെ കിടന്നിരുന്ന ഒരു മാസിക അവൻ അറിയാതെ മറിച്ചു നോക്കി. അതിനകത്ത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു കോളം അവൻ ശ്രദ്ധിച്ചു. ഏതോ ഒരു പ്രത്യേക ശക്തിയാൽ അവന് ആ പരസ്യത്തോട് ആകർഷണം തോന്നി. അവൻ ആ സ്ഥലത്ത് ചെന്നു. ഒരു വൈദികൻ ഏതാനും പേരെ ഇരുത്തി ജീവിതത്തെക്കുറിച്ചും മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. പക്ഷേ അവനൊന്നും മനസ്സിലായില്ല. അവൻ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ പറഞ്ഞു, നിനക്കിഷ്ടമാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കിയുണ്ട്, നിനക്ക് വരാം. ഇങ്ങനെയുള്ള കാര്യത്തോടൊന്നും ഒരു താല്പര്യമില്ല എങ്കിലും അവൻ അടുത്ത ആഴ്ച കഴിഞ്ഞപ്പോൾ ചെന്നു. അന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു ആരാധനയാണ് നടന്നത്. അച്ഛൻ അവനെ കൊണ്ടുപോയി മുൻവശത്ത് തന്നെ ഇരുത്തി. ആരാധന അങ്ങനെ മൗനമായി മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് ചില പങ്കുവയ്ക്കലുകൾ, ചെറിയ ഗാനങ്ങൾ. ഇതിനിടയ്ക്ക് അവൻ കരയാൻ തുടങ്ങി. അവൻ്റെ കരച്ചിൽ ഏങ്ങലടിയായി മാറി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ ചോദിച്ചു, നീ എന്തിനാണ് അവിടെ ഇരുന്ന് കരഞ്ഞത്? വേറെ ആരും കരഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ സ്വപ്നം പോലെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അച്ഛൻ ചോദിച്ചു, എന്താണത്? അവൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ ശവപ്പെട്ടി എൻ്റെ നേരെ വന്നു. ആ ശവപ്പെട്ടി മെല്ലെ തുറന്നു. അതിനകത്തുനിന്ന് 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ഒരാൺകുട്ടി ഇറങ്ങി വന്നു. എൻ്റെ മുഖത്ത് നോക്കി വളരെ മനോഹരമായി ചിരിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ചേട്ടനല്ല എന്നെ കൊന്നതെന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ മുഖത്ത് നോക്കി വീണ്ടും ചിരിച്ച് ആ കൊച്ച് ആകാശത്തിലേക്ക് അപ്രത്യക്ഷനായി. അച്ഛൻ ചോദിച്ചു, അതിന് നീ എന്തിനാണ് കരയുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാനിന്ന് ഒരു സ്വപ്നം പോലെ കണ്ടത്. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അതുണ്ടായത്. അപ്പോൾ എൻ്റെ അനിയൻ 1.5 വയസ്സ് പ്രായം. അവൻ രോഗിയായിട്ടാണ് ജനിച്ചത്. രോഗമുണ്ടാകുമ്പോൾ തന്നെ അവനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു. ഒരിക്കലും അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അമ്മ ഒരുക്കങ്ങൾ ചെയ്യുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മ പോകരുതെന്ന് കരയാൻ തുടങ്ങി. എന്നെ ശാന്തമാക്കാനായിട്ട് അമ്മയ്ക്ക് കുറേ നേരം വേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരെയും കാറിൽ കയറ്റി അമ്മ ആശുപത്രിയിൽ ചെന്നു. ഡോക്ടർ അമ്മയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ വരാൻ താമസിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചികിത്സ ഫലിക്കാതെ ആ കൊച്ചുകുഞ്ഞ് മരിച്ചു. അമ്മയുടെ മാനസികാരോഗ്യം താറുമാറായി. ആശുപത്രിക്കാർ അമ്മയെയും മരിച്ച കൊച്ചിനെയും 6 വയസ്സുള്ള ഈ കുട്ടിയെയും വീട്ടിലെത്തിച്ചു. മനസ്സിൻ്റെ സമനില തെറ്റിയ ഈ സ്ത്രീ 6 വയസ്സുള്ള കുട്ടിയെ തല്ലാൻ തുടങ്ങി. അവൻ്റെ ശരീരം പൊട്ടി രക്തമൊഴുകുന്നു. ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, നീയാണ് നിൻ്റെ അനിയനെ കൊന്നത്, നീയാണ് നിൻ്റെ അനിയനെ കൊന്നതെന്ന്. ഇവനൊന്നും മനസ്സിലായില്ല. എങ്ങനെയാണ് അനിയനെ കൊന്നതെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഇവൻ്റെ മനസ്സിലത് മുഴങ്ങുന്ന പോലെ ഒരു അനുഭവം അത് മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ ശബ്ദങ്ങൾ, നീയാണ് അനിയനെ കൊന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് ആ സ്ത്രീ ഒരു മുറിയിൽ ഇരുന്ന് കരയുന്നു. മരിച്ച കൊച്ചൊരു മുറിയിൽ, ഈ 6 വയസ്സുള്ള കൊച്ച് വേറൊരു മുറിയിൽ അടികൊണ്ട് രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് വന്ന് മുറി തുറക്കുന്നത്. അയാൾ കൊച്ചു മരിച്ച കാര്യം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. മുറി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ 6 വയസ്സുള്ള കുട്ടി അപ്പൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനല്ല അനിയനെ കൊന്നതെന്ന്. ക്രമേണ കാര്യമെല്ലാം മനസ്സിലായി. മരിച്ച കൊച്ചിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞു. അടിയേറ്റ് മുറിഞ്ഞ കൊച്ചിനെ പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ചു. കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വേ പോകുന്നു. പക്ഷേ ഇവൻ്റെ മനസ്സിൽ അടികൊണ്ട് മുറിവേറ്റ 6 വയസ്സുകാരൻ്റെ മനസ്സിലൊരു ചിന്ത വളരാൻ തുടങ്ങി.
എൻ്റെ വീട്ടിൽ ആർക്കും എന്നെ സ്നേഹിക്കാൻ പറ്റുകയില്ല, ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റുകയില്ല. ഞാൻ ഒരു വ്യക്തിയെ കൊന്നവനാണ്, അനിയനെ കൊന്നവനാണ്. അവൻ 14-ാമത്തെ വയസ്സിൽ അവൻ്റെ വീട് വിട്ടു. അങ്ങനെയാണ് നാട്ടിലെ പട്ടണത്തിലെ കുറേ പേരുടെ കൂടെ അവൻ ജീവിക്കാനായിട്ട് ആരംഭിച്ചത്. അവൻ പറഞ്ഞു, ഇന്നത്തെ ആരാധനയിലൂടെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി. എൻ്റെ മനസ്സിനെ എപ്പോഴും അതിച്ചിരുന്നൊരു ദുഃഖം, കുറ്റബോധം ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ കർത്താവ് മാറ്റിത്തന്നു. അതവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. അവനൊരു പുതിയ മനുഷ്യനായി മാറി. മനസ്സിൽ ഇതുപോലെ അനേക രീതിയിൽ കുഞ്ഞുനാളിൽ തന്നെ ദുഃഖവും ഭയവുമെല്ലാം കടന്നു വരാം. ചിലർക്കത് കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. കാരണം അവരുടെ മാതാപിതാക്കന്മാർ വിദ്യാഭ്യാസമുള്ളവരാണ്, ജ്ഞാനമുള്ളവരാണ്. അതുകൊണ്ട് ആ മക്കളെ ആ രീതിയിൽ അവർ ക്രമപ്പെടുത്തി ആ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യത്തിനായി അവരെ സഹായിക്കുന്നു. എന്നാൽ മറ്റു ചില മാതാപിതാക്കന്മാർക്ക് ഒരുപക്ഷെ ഇതുപോലെ കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവുകയില്ല. അവർ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനോ അവരുടെ മുറിവ് എന്താണെന്ന് തിരിച്ചറിയാനോ പറ്റാതെ കുഞ്ഞുങ്ങൾ കുറേ പ്രായമായതിനു ശേഷവും ആ മുറിവോടുകൂടെ തന്നെ ജീവിക്കുന്നു. ഒരുപക്ഷെ ഒരിക്കലും അത് പരിഹരിക്കപ്പെടാതെ അവർ വ്യക്തിത്വ വൈകല്യമുള്ളവരായി ജീവിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും അവർക്കൊരു സാഹചര്യം കിട്ടുമ്പോൾ അവർ ആന്തരിക സൗഖ്യത്തെക്കുറിച്ചും യേശുക്രിസ്തു തരുന്ന വിമോചനത്തെക്കുറിച്ചും കേൾക്കാനിടയായാലും അവർക്കും തീർച്ചയായും സൗഖ്യത്തിലേക്ക് വരാനായിട്ട് പറ്റും. സൗഖ്യമെന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ മുറിവുണക്കി മനസ്സിനെ കർത്താവ് സൗഖ്യപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും കർത്താവ് സൗഖ്യപ്പെടുത്തും. നമുക്ക് ദൈവസന്നിധിയിലേക്ക് സ്നേഹപൂർവ്വം വരാനായിട്ട് തീരുമാനമെടുക്കാം. ദൈവസന്നിധിയിലേക്ക് വന്നാൽ നമുക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. സത്യത്തിൽ നമുക്ക് നേടാനായിട്ട് ഒത്തിരിയുണ്ട്. സന്തോഷം, സമാധാനം, സൗഖ്യം. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഖ്യം, സന്തോഷം, സമാധാനം നമ്മുടേതായി തീരട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായും യേശുക്രിസ്തുവിലൂടെ നമ്മെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ യോഗ്യത പരിഗണിച്ച് ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സൗഖ്യപ്പെടുത്തണമേ. പിതാവേയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന സൗഖ്യത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു.